ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അൺബോക്സിങ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 300 രൂപയുള്ളതിന് ഓൺലൈനിലൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 300 രൂപയ്ക്ക് ഇത് ഓക്കെ ആണോ എന്ന് കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്താണ് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ഒരു എഴുത്തും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യരുത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടോക്കിംഗ് ടൈം കൊടുക്കുന്നത് 6 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 3 മണിക്കൂർ ആ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മീറ്റർ, നമ്മളുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവൈസും ഈ ഒരു പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 10 മീറ്റർ കൊടുക്കുന്നുണ്ട്. 10 മീറ്റർ ആ ഒരു റേഞ്ച് കിട്ടുന്നതാണ് ഇവർ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് 10 മീറ്റർ റേഞ്ചിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു 5-6 മീറ്റർ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. വേറെ നമുക്ക് പ്രോഡക്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ബട്ടണും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് ആണെന്നുണ്ടെങ്കിലും ക്വിക്കായിട്ട് പെയർ ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.0 ആണ്. പിന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സ്ട്രാപ്പൊക്കെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് വർക്കിംഗ് ആണ്. പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഊരിപ്പൂര് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ എനിക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നി കഴിഞ്ഞത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല സ്മൂത്താണ്. പക്ഷേ ഇത് നമുക്ക് ചെവി വേദനിക്കുന്നുണ്ട്. നമ്മൾ ഒരു 1 അവർ ഒക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചെവിയുടെ ഭാഗം നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതൊരു സ്മൂത്തായിട്ടുള്ള ടൈപ്പ് അല്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെവി വേദനിക്കുന്നുണ്ടാവുക. ഈ ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറൊക്കെ അതേ പെർഫോമൻസ് തന്നെ ഇപ്പോഴും തരുന്നുണ്ട്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ് ഒരേ ടൈമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മോനോ ഓഡിയോ ആണ് ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റീറിയോ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിലിം കാണുമ്പോഴൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഓഡിയോ ജാക്ക് കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും, അതായത് ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അതായത് ഈ 2 സ്പീക്കറും ഒരേ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് തന്നെ ആ ഒരു ഫിലിമിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ലേ, ഒരു ഭാഗത്തു നിന്നുള്ള സൗണ്ടും, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും നമുക്കിതിൽ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. SD കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ FM കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല ചാർജ് ഇല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അതിന് നമുക്ക് ചാർജിൻ്റെ ആവശ്യം വരുന്നില്ല. അതേ ഇതുപോലെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ കുത്തിയിട്ട് കേൾക്കാൻ പറ്റും. ആ ഒരു സ്റ്റീറിയോ എഫക്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റീറിയോ എഫക്റ്റ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഫിലിം കാണാനൊക്കെ ഇതൊരു അടിപൊളി സംഭവം തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ചാർജിങ് ഇൻഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്. ചാർജിങ് ടൈമിൽ റെഡ് ലൈറ്റാണ് വരുന്നത്. എല്ലാം കൊണ്ടും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.